ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ ഗുരുത്വാകർഷണ ബലം എന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഈ ഒരു ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാം, പ്രപഞ്ചത്തിൽ പിണ്ഡമുള്ള എല്ലാ വസ്തുക്കളിലും അനുഭവപ്പെടുന്ന ബലമാണ് ഗുരുത്വാകർഷണ ബലം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്കാണ് വസ്തുക്കളെ ആകർഷിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ദിശ എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഭൂഗുരുത്വം എവിടേക്ക് അനുഭവപ്പെടുന്നത്? താഴേക്ക് അനുഭവപ്പെടാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ദിശ എന്ന് പറയുന്നത്, ഈ ആകർഷണ ബലത്തിൻ്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്കായതുകൊണ്ട് തന്നെ ഇത് ഒരു സദിശ അളവാണ് എന്ന് പറയാം. ഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്, അല്ലെങ്കിൽ ദിശയോടുകൂടിയുള്ള അളവാണ്, അല്ലേ? ഭൂകേന്ദ്രത്തിലേക്കാണ് ഇതിൻ്റെ ദിശ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഭാരവും പിണ്ഡവും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ഭാരം എന്ന് പറയുന്നത്? അതായത് ഒരു ആകാശഗോളം ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ഭാരം എന്ന് പറയുന്നത്. ഏതൊരു ആകാശഗോളവും ഒരു വസ്തുവിന്മേൽ ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ഒരു ആകർഷണ ബലത്തെയാണ് ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശഗോളങ്ങൾ മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ ഭാരവും മാറിക്കൊണ്ടിരിക്കും. അതായത് ചന്ദ്രനിലുള്ള വസ്തുവിൻ്റെ ഭാരവും ഇതേ വസ്തു ഭൂമിയിൽ വെക്കുമ്പോഴുള്ള ഭാരവും വ്യത്യസ്തമായിരിക്കും. കാരണം രണ്ടും രണ്ട് ആകാശഗോളങ്ങളാണ്. അപ്പോൾ ആകാശഗോളം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ഭാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഓരോ ആകാശഗോളത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം വെയിറ്റ് ആണ്. ഭാരം അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ്. ഇനി ഭാരം അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്പ്രിംഗ് ത്രാസാണ്. സ്പ്രിംഗ് ത്രാസ്. ഇനി ഇതൊരു സദിശ അളവാണ്. ഭാരം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആകർഷണ ബലമാണല്ലോ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സദിശ അളവാണ്. ഇനി ഭൂമിയിലെ കാര്യം പറയുകയാണെങ്കിൽ, ഭൂമിയിൽ വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ ധ്രുവ പ്രദേശങ്ങളിലാണ്. ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഇനി ഭൂമിയുടെ കേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എപ്പോഴും 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0 ആണ്. ഇനി എന്താണ് പിണ്ഡം? പിണ്ഡം നമുക്കറിയാം, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിണ്ഡം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആകാശഗോളം മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ പിണ്ഡത്തിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ഓക്കെ, ഇനി പിണ്ഡത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. പിണ്ഡം അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഏതാണ്? സാധാരണ ത്രാസാണ്, അല്ലെങ്കിൽ കോമൺ ബാലൻസ് ആണ്. ഇനി ഇത് ഒരു അതിശ അളവാണ്. പിണ്ഡം എന്നത് അതിശ അളവാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഭൂഗുരുത്വ ത്വരണം, അതല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സ്മോൾ g. അതായത് സ്മോൾ ലെറ്റർ G വെച്ചിട്ടാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കൊണ്ട് വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് എന്ത്? ഭൂഗുരുത്വ ത്വരണം. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണത്തെയാണ് നമ്മൾ ഭൂഗുരുത്വ ത്വരണം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള ഫോർമുല, അല്ലെങ്കിൽ ഇതിൻ്റെ ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് G=gm/r². gm/r² ആണ്. ഇതിൽ G എന്ന് പറയുന്നത്, സ്മോൾ g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആൻഡ് ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 6.67 × 10⁻11 Nm²/kg², അതായത് Nm²/kg² ആണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ M. അതെന്താണ്? ഭൂമിയുടെ മാസിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ R എന്താണ്? ഭൂമിയുടെ ആരത്തെയാണ്, അല്ലെങ്കിൽ റേഡിയസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവ മൂന്നിനെയുമാണ് നമ്മുടെ ഭൂഗുരുത്വ ത്വരണം ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറയാം. വസ്തുവിൻ്റെ മാസുമായിട്ട് ഭൂഗുരുത്വ ത്വരണത്തിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുവിലും ഭൂഗുരുത്വ ത്വരണം തുല്യമായിരിക്കും. ഓക്കെ, ഭൂഗുരുത്വ ത്വരണം എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ ആയിരിക്കും.
അതിനാൽ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭൂഗുരുത്വ ത്വരണമായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഭൂമിയിലേക്ക് പതിക്കുന്ന വസ്തുവിൻ്റെ മാസിനെ ഒരിക്കലും ഭൂഗുരുത്വ ത്വരണം ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഭൂഗുരുത്വ ത്വരണം ഒരുപോലെ ആയിരിക്കും, തുല്യമായിരിക്കും. അതെത്രയാണ്? ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആണ്. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ വാല്യൂ G = 9.8 m/s² ആണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സാർവത്രിക ഗുരുത്വാകർഷണ നിയമം അല്ലേ. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണ ബലം അല്ലെങ്കിൽ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കളുടെ അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവയ്ക്കിടയിലുള്ള ദൂരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവയ്ക്കിടയിലുള്ള ദൂരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് F = G(m)/d². ഇതിൽ F = G(m)/d². ഇതിൽ G എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി M, ക്യാപിറ്റൽ M, സ്മോൾ m എന്നിവ രണ്ട് വസ്തുക്കളുടെ മാസാണ്. നമ്മൾ പറഞ്ഞു രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലമാണല്ലോ. അപ്പോൾ ആ രണ്ട് വസ്തുക്കളുടെ മാസാണ് ക്യാപിറ്റൽ M ഉം സ്മോൾ m ഉം എന്ന് പറയുന്നത്. ഇനി D എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ദൂരത്തെയാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു എത്രയാണ്? 6.67 × 10⁻⁻11 nm²/kg². ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലെ രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. പക്ഷേ അവ തമ്മിലുള്ള ആകർഷണ ബലം കാരണം അവ അടുത്തേക്ക് വരുന്നില്ല അല്ലേ. രണ്ട് വസ്തുക്കൾ അടുത്തേക്ക് വരുന്നില്ല ആകർഷണ ബലം ഉണ്ടെങ്കിൽ കൂടി. അതെന്തുകൊണ്ടാണ് ആകർഷിച്ച് അടുത്തേക്ക് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വാകർഷണ ബലം കുറഞ്ഞ അളവിൽ അനുഭവപ്പെടുന്ന ബലമായതിനാൽ ഘർഷണ ബലത്തെയും മറ്റു ബലങ്ങളെയും അതിജീവിക്കാൻ ഗുരുത്വാകർഷണ ബലത്തിന് കഴിയില്ല. അതായത് ആ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഘർഷണ ബലവും അതേപോലെ മറ്റു പല ബലങ്ങളെയും അതിജീവിക്കാൻ ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഇവ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവ അടുത്തേക്ക് വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്.